जिंदाबाद फुटबॉल जिंदाबाद फुटबॉल जिंदाबाद फुटबॉल जिंदाबाद फुटबॉल जिंदाबाद मामा नुडे मामा मामा नुडे मामा मामा नुडे मामा मामा नुडे मामा എന്തൊക്കെ കാണണമല്ലേ. എന്തായാലും മെസ്സി വരുമെന്ന് പറഞ്ഞിട്ട് വരാഞ്ഞതിന് ചോദിക്കാനും പറയാനും ഇവിടെ ആളുകളുണ്ടല്ലോ. എന്തായാലും വളരെ സഹതാപം തോന്നണേ നിന്നോടൊക്കെ. എന്ത് ഇത് ആരിത്, ഇവരെന്തോ പരിപാടി, ഇവര് ഏത് പാർട്ടിക്കാരത്, എന്തോ ലീഗാണോ, എന്ത് സംഭവം? മെസ്സി വരില്ല എന്ന് അറിഞ്ഞപ്പോ പെട്ടെന്ന് ഇവർക്ക് ഭയങ്കര ഫുട്ബോൾ ആരാധനയൊക്കെ തോന്നിയെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഫുട്ബോളിനോട് ഭയങ്കര സ്നേഹം തോന്നി ഇവര്. കേരള ജനത മാപ്പ് തരില്ല, എന്താ പ്രതിഷേധ ഫുട്ബോൾ സിന്ദാബായ, അതെന്താ സംഭവം? നമ്മൾ ഓൾറെഡി മെസ്സി വരുന്നതിനെ പറ്റിയും മെസ്സി വരുന്നതിന്റെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഉള്ള 2 വീഡിയോ നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് മെസ്സി വരുന്നതിനെ പറ്റിയും അതിന്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒന്നുകൂടി അത് പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഇങ്ങനെ ഈ ഒരു പ്രതിഷേധത്തെ പറ്റിയിട്ട് നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ കോമഡിയാണ് ഇതൊക്കെ. നിങ്ങൾ ഇവിടുത്തെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് സംഭവം നടന്നാലും, അതായത് നമ്മുടെ നാട്ടില് എന്ത് കാര്യം നടന്നാലും അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്തും ആയിക്കോട്ടെ, എന്ത് കാര്യം എടുത്താലും രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. അപ്പൊ അത് എന്താ, റോഡിലൊരു പട്ടിയത്ത് കിടക്കുന്നു, അവര് വൈകുന്നേരം ന്യൂസ് ചാനലിൽ കോളത്തിൽ വന്നിരുന്നിട്ട് എല്ലാവരുടെ രാഷ്ട്രീയപരമായിട്ടാണ് അത് ചർച്ച ചെയ്യുന്നത്. പട്ടി ചത്തത് ഗവൺമെന്റിന്റെ കുറ്റമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയിലാണ്. ഇപ്പോൾ എന്ത് കാര്യം എടുത്താലും ഇവർ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. ഇവര് ഇപ്പൊ ഇങ്ങനെ ഒരു പ്രതിഷേധ റാലി ഇവിടെ നടത്തിയതിന്റെ ഉദ്ദേശം തന്നെ അതിനകത്ത് പറയുന്നുണ്ട്, ഗവൺമെന്റിനെയാണ് പറയുന്നത്. ഞാൻ ഒരു ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുക, അപ്പൊ ആര് ഭരിച്ചോട്ടെ, ഏത് ഗവൺമെന്റ് വേണമെങ്കിലും ഭരിച്ചോട്ടെ, പക്ഷെ ഒരു പ്രതിഷേധം നടത്തുന്നെങ്കിൽ അത് ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നതായിരിക്കണം. അല്ലാതെ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയെ താഴെ ഇറക്കാനുള്ള ഒരു പദ്ധതി മാത്രമായിട്ട് മാറ്റുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ എന്തിനാണ് ശരിക്കും കേരള ജനത മാപ്പ് തരില്ല? സത്യമാ, നിനക്കൊന്നും ഒരു കേരള ജനതയും മാപ്പ് തരത്തില്ല. രാഷ്ട്രീയപരമായിട്ടുള്ള ആ ഒരു മുതലെടുപ്പിന് വേണ്ടിയിട്ട് മാത്രം നടത്തിയ ഒരു റാലി, ഒരു പ്രതിഷേധമാണല്ലോ ഇത്. അങ്ങനെയാണ് എനിക്ക് കണ്ടിട്ട് മനസ്സിലായത്. അല്ലാതെ മെസ്സിയെ കൊണ്ടുവരാൻ, ഈ ഒരു പ്രതിഷേധം കൊണ്ട് മെസ്സിയെ കൊണ്ടുവരാൻ അവർക്ക് പറ്റുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കുമോ? ഒന്നുമില്ല. അവർക്ക് ഇപ്പോൾ ഇരിക്കുന്ന ഗവൺമെന്റിനെ കുറ്റം പറയാൻ ഒരു കാര്യം, അത്രേ ഉള്ളൂ അവർക്ക്. എന്നിട്ട് ഒരു 100-ൽ 10 പേരെ നമുക്ക് ആ ഒരു രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും ആട്ടെ എന്ന് ചിന്തിക്കുന്ന കുറെ ചെന്നായിക്കൾ, അല്ലാതെ എന്താ ഇതിനെയൊക്കെ പറയേണ്ടത്? കുറുക്കന്മാർ അങ്ങനെയൊക്കെ പറയേണ്ടി വരും. ഇത് തന്നെ കാര്യം. എന്നാ നിങ്ങൾ ഫുട്ബോളിന് വേണ്ടിയിട്ടാണ്, പ്രതിഷേധ ഫുട്ബോൾ എന്നൊക്കെയാണ് പറയുന്നത്. ഫുട്ബോളിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇന്നിപ്പോ നാളെ നിങ്ങൾ ഇറങ്ങുക, തെരുവിലോട്ട് ഇറങ്ങുക, നാളെ ഒരു പ്രതിഷേധം നിങ്ങളെ കൊണ്ട് ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, നിങ്ങൾ പൊളിറ്റീഷ്യൻസ് ആണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. നിങ്ങൾ ഇതൊക്കെ ചെയ്താൽ വളരെ നന്നായിരുന്നു. ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇന്ത്യൻ ഫുട്ബോൾ ഭയങ്കര ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. മെസ്സി വരുവോ വരാതിരിക്കുമോ എന്തെങ്കിലും ആട്ടെ, നമുക്ക് ഏറ്റവും അത്യാവശ്യം നമ്മുടെ രാജ്യത്തിന്റെ ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രതിഷേധത്തിന് ഇറങ്ങിയത്. അതുകൊണ്ട് പറയാണ്, ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി മാറാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്ത് പ്രതിഷേധം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും? പോട്ടെ, ഇന്ത്യൻ ഫുട്ബോൾ പ്രതിസന്ധിയിലാണെന്നുള്ള കാര്യമെങ്കിലും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അപ്പോ അത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഫുട്ബോൾ സംരക്ഷണം, അല്ലെങ്കിൽ ഫുട്ബോൾ ആരാധകർ പറ്റിക്കപ്പെടുന്നു, ഫുട്ബോൾ ആരാധകർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ സമരമുറയായിട്ട് തെരുവിൽ ഇറങ്ങിയതെങ്കിൽ, ഒരു ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട്. ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടി കൂടി നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുക, പ്രതിഷേധങ്ങൾ അറിയിക്കുക. എന്നിട്ട് ആരെയാണോ നിങ്ങൾക്ക് കുറ്റം പറയാനുള്ളത് കുറ്റം പറയുക. ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോഴത്തെ പ്രതിസന്ധി ഭയങ്കര പരിതാപകരമാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ അവസ്ഥ. അപ്പൊ അത് ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. നമ്മള് റാങ്കിങ്ങിലൊക്കെ 135-ഓ 137-ലോ ഒക്കെ ആയി. അപ്പോ 2026 വേൾഡ് കപ്പിന് നമുക്ക് യോഗ്യത ഞാൻ ഇതൊന്നും ഇങ്ങോട്ടൊക്കെയാണ് ഈ പറഞ്ഞു പോകുന്നത്. ക്വാളിഫയർ പോലും നമ്മൾ ജയിച്ചിട്ടില്ല. അതാണ്, നമുക്ക് വേൾഡ് കപ്പിന് യോഗ്യത കിട്ടിയില്ല. സർക്കാർ രാജിവെക്കുക, പിണറായി വിജയൻ രാജിവെക്കുക, നരേന്ദ്രമോദി രാജിവെക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങുങ്ങോട്ട്. ഇത് ചുമ്മാതെ നിങ്ങൾ ഒരു ബാനറും പിടിച്ച് മെസ്സിയുടെ കേസൊക്കെ വിട്. പ്രശ്നമുണ്ട്. ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ത്യാഗങ്ങൾ സഹിക്കണം. നിങ്ങളെ സമരമുറകൾ കുറച്ചുകൂടി നമുക്ക് വേണ്ടിയിട്ട് എന്തുവാടെ